നമ്മൾ ഓരോരുത്തരും എങ്ങനെ ജീവിക്കണമെന്നും പ്രവർത്തിക്കണമെന്നും തീരുമാനിക്കുന്നതിനുള്ള കംപ്ലീറ്റ് ഇൻസ്ട്രക്ഷനും സത്യത്തിൽ നമ്മുടെ ശരീരത്തിൽ തന്നെ കോഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? നമുക്കുള്ള ഹൈറ്റ്, അതുപോലെ തന്നെ ഹെയറിൻ്റെ ടൈപ്പ്, നിറം, നമ്മൾ ചിരിക്കുന്ന രീതി, നമ്മൾ എങ്ങനെയാണ് സ്വപ്നം കാണുന്നത് തുടങ്ങിയവയെല്ലാം തന്നെ സത്യത്തിൽ നമ്മുടെ ശരീരത്തിൻ്റെ ഭാഗമായി നിന്നുകൊണ്ടുള്ള ഇൻസ്ട്രക്ഷൻസിൻ്റെ ഒരാകത്തുകയാണ്. നമ്മുടെ കാലിൻ്റെ പാദം മുതൽ തലച്ചോറ് വരെയുള്ള എല്ലാ കാര്യങ്ങളെയും ഒരു സെറ്റ് ഓഫ് സ്പെഷ്യൽ ഇൻസ്ട്രക്ഷൻ അനുസരിച്ചുകൊണ്ടാണ് സംഭവിക്കുന്നത്. സോ എങ്ങനെയാണ് എല്ലാ വ്യക്തികളിലും ഇതുണ്ടെങ്കിൽ നമ്മൾ ഓരോരുത്തരും വ്യത്യാസപ്പെട്ടിരിക്കുന്നത് എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? അല്ലെങ്കിൽ നമ്മുടെയൊക്കെ തന്നെ ഏത് ഭാഗത്താണ് ഈ ഇൻസ്ട്രക്ഷനുകൾ കോൺസെൻട്രേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത് എന്നറിയാമോ? സത്യത്തിൽ നമ്മുടെ ശരീരത്തിൻ്റെ എല്ലാ ഭാഗത്തേക്കും ഇത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഈ ഇൻസ്ട്രക്ഷനുകളെല്ലാം അടങ്ങിയിരിക്കുന്നത് നമ്മുടെ ശരീരത്തിൽ കാണപ്പെടുന്ന കോടിക്കണക്കിന് സെല്ലുകളുടെ ഓരോന്നിൻ്റെയും മർമ്മഭാഗത്താണ്. നമ്മളിങ്ങനെയായി മാറിയതും പണ്ട് അമ്മയുടെ വയറ്റിലുണ്ടായിരുന്ന ഒരു ചെറിയ സെല്ല് മൾട്ടിപ്ലൈ ചെയ്ത് ഇന്ന് കാണുന്ന കോടിക്കണക്കിന് സെല്ലുകളായി പരിവർത്തനപ്പെട്ടതിൻ്റെ ഫലമായിട്ടുമാണ്. അതെ, ഞാൻ പറഞ്ഞു വരുന്നത് ആ ഇൻസ്ട്രക്ഷൻ മാനുവലിനെ കുറിച്ചാണ്. DNA അഥവാ ഡിയോക്സി റൈബോ ന്യൂക്ലിക് ആസിഡ്. എന്നാൽ ഈ DNA അകത്തുള്ള ചില ചോദ്യങ്ങൾ വരാറുണ്ട്. ഇത് എവിടെ നിന്ന് വന്നു? ഇത് ഇന്ന് കാണുന്ന രീതിയിലേക്ക് എങ്ങനെ പരുവപ്പെട്ടു എന്ന ചോദ്യത്തിനിടയിൽ നമ്മളെല്ലാവരും നമ്മളറിയാതെ കൊണ്ട് നടക്കുന്ന സോംബി ഇൻസ്ട്രക്ഷനുകളുണ്ട്. അതായത് പരിണാമ ചരിത്രത്തിൽ മനുഷ്യനെന്ന് പറയുന്ന സ്പീഷീസ് രൂപപ്പെട്ടു വരുന്നതിനിടയ്ക്ക് നമ്മളറിയാതെ നമ്മുടെ ജനിതക ഘടകത്തിനകത്തേക്ക് ആക്രമിച്ച് കയറി നമ്മുടെ ഭാഗമായി മാറിയ ഫോറിൻ DNAകളും അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്ന കഥ DNA കുറിച്ചാണ്. പക്ഷേ DNA കുറിച്ച് മനസ്സിലാക്കുന്നതിൻ്റെ വഴിക്ക് തന്നെ നമ്മൾ ആരാണ്, നമ്മൾ എവിടെ നിന്ന് വന്നു, നമ്മൾ പൂർണ്ണമായും നമ്മൾ മാത്രമല്ല, അതിൻ്റെ ഉള്ളിൽ മറ്റ് ചില അംഗങ്ങൾ കൂടിയുണ്ട് തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ചാണ്. ഡിയോക്സി റൈബോ ന്യൂക്ലിക് ആസിഡ്, ഈ ഒരു പേര് കേൾക്കുമ്പോൾ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു പേരായിട്ട് നമുക്ക് തോന്നും. പക്ഷേ അടിസ്ഥാനപരമായി കുറേ പ്രധാനപ്പെട്ട മൂലകങ്ങൾ ചേർന്ന കോംപ്ലക്സ് ആയൊരു തന്മാത്രാ രൂപമാണ് DNA എന്ന് പറയുന്നത്. ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന ഏതൊരു ജീവിവർഗത്തിൻ്റെയും, അത് ബാക്ടീരിയ ആയാലും മനുഷ്യനായാലും മറ്റു മൃഗങ്ങളായാലും ചെടികളായാലും ഒക്കെ തന്നെ അടിസ്ഥാനപരമായി അവർക്കുള്ള ഒന്നാണ് DNA. ഈ DNA ആണ് സത്യത്തിൽ നമ്മുടെ ശരീരം എങ്ങനെ പ്രവർത്തിക്കണം എന്നതിൽ തുടങ്ങി A to Z കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. ഇവ എങ്ങനെയാണ് ഇരിക്കുന്നത് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ചുറ്റിത്തിരിച്ച് വെച്ച ഒരു ഗോവണി പോലെ കാണപ്പെടുന്ന ഇവയ്ക്ക് ഈ ഗോവണിക്കിടയിൽ കാണപ്പെടുന്ന ആ ഒരു കണക്ഷൻ ഉണ്ടല്ലോ, അതിനെയാണ് സത്യത്തിൽ കെമിക്കൽ ലെറ്റേഴ്സ് കൊണ്ട് നമ്മൾ സൂചിപ്പിക്കുന്നത്. അതായത് അഡിനിൻ, തൈമിൻ, സൈറ്റോസിൻ, ഗ്വാനിൻ എന്ന് പറയുന്ന 4 പ്രധാനപ്പെട്ട മോളിക്യൂളുകളാണ് പരസ്പരം ഇൻ്റർ കണക്ട് ചെയ്ത് നിൽക്കുന്നത്. A, T, C, G എന്ന് നമ്മൾ പൊതുവെ വിളിക്കാറുണ്ട്. ഇതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത A എന്ന് പറയുന്നത് അഡിനിൻ തൈമിനുമായിട്ടും സൈറ്റോസിൻ ഗ്വാനിനുമായിട്ടും മാത്രമേ ലിങ്ക് ചെയ്യൂ എന്നുള്ളതാണ്. സോ ഈ ഒരു ചെയിൻ ഉണ്ടല്ലോ, അഡിനിനും തൈമിനും സൈറ്റോസിനും ഗ്വാനിനും ഒക്കെ കണക്ട് ചെയ്തിരിക്കുന്ന ആ ഒരു ചെയിനിൻ്റെ ഡിഫറൻസ് ആണ് ഓരോ DNAയും വ്യത്യസ്തമാക്കുന്നത്. അതിങ്ങനെ ചുറ്റുകോണി ഷേപ്പിൽ ഒരുപാട് നീളത്തിൽ കോശങ്ങൾക്കുള്ളിൽ മടക്കി ചുരുട്ടി വച്ചിട്ടുണ്ട്. സത്യത്തിൽ ഇത്തരത്തിലുള്ള ലോങ് DNAകളുടെ ഒരു കളക്ഷനെയാണ്, ചുരുട്ടിക്കൂട്ടി വച്ചിരിക്കുന്നതിനെയാണ് നമ്മൾ ക്രോമസോം എന്ന് വിളിക്കുന്നത്. എന്നിലും നിങ്ങളിലും ഓരോ മനുഷ്യരിലും സത്യത്തിൽ 23 ജോഡി ക്രോമസോമുകളുണ്ട്. അതായത് ടോട്ടൽ 46 എണ്ണം. സോ ഈ 46 ക്രോമസോമുകളിൽ പകുതി ക്രോമസോമുകൾ നമുക്ക് കിട്ടിയിരിക്കുന്നത് അച്ഛനിൽ നിന്നും, ബാക്കി പകുതി അമ്മയിൽ നിന്നുമാണ്. സോ ഇത്രയും പറഞ്ഞു കഴിഞ്ഞാൽ ഇതെവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കണം. ഓരോ കോശങ്ങളുടെയും സെൻറ്റർ ഭാഗത്താണ് അവയുടെ ന്യൂക്ലിയസുകൾ കാണപ്പെടുന്നത്. ഈ ന്യൂക്ലിയസുകൾക്കകത്താണ് സത്യത്തിൽ ഈ DNA സ്റ്റോർ ചെയ്ത് വച്ചിരിക്കുന്നത്. അതെന്തിനാണ് അതിനകത്തിരിക്കുന്നതെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? സോ ഇപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇന്ന് നമ്മൾ നിൽക്കുന്ന ഒരു സ്റ്റേജ് ഉണ്ട്. ഞാനും നിങ്ങളുമൊക്കെ ലക്ഷക്കണക്കിന് വർഷത്തെ പരിണാമത്തിൻ്റെ ഫലമായിട്ട് സക്സസ്ഫുള്ളായി പ്രകൃതിയിൽ അതിജീവിച്ചവരാണ് നമ്മൾ. നമ്മുടെ ആൻസിസ്റ്റേഴ്സിനെ നോക്കിക്കഴിഞ്ഞാൽ അവരുടെ സമൂഹത്തിൽ വളരെ യുണീക്കും സാഹചര്യത്തിനനുസരിച്ച് അതിജീവിച്ചവരുമായതുകൊണ്ടാണ് അവർക്ക് കുട്ടികളുണ്ടായതും അവർ വളർന്ന് വീണ്ടും പ്രത്യുൽപാദനം നടന്ന് ഒരുപാട് ജനറേഷൻ കഴിഞ്ഞ് നമ്മൾ ഉണ്ടായിരിക്കുന്നത്. അച്ഛൻ്റെയും അമ്മയുടെയും പകുതി ക്രോമസോമുകൾ നമ്മുടെ ശരീരത്തിലുണ്ട് എന്ന് പറയുമ്പോൾ നമ്മൾ പുറകോട്ട് പോയി കഴിഞ്ഞാൽ നമ്മുടെ ബേക്കിലേക്കുള്ള ഓരോ തലമുറയുടെയും സ്വഭാവ സവിശേഷതയും അവരൊക്കെ തന്നെ ഏത് സമൂഹത്തിൽ നിന്നാണ് വന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതിനെയാണ് ആൻസിസ്ട്രി എന്ന് പറയുന്നത്. ഈ ഒരു വിഷയത്തെക്കുറിച്ച് പഠിക്കുന്ന സമയത്ത് ഈ DNAകൾ എന്തായാലും ഒരുപാട് വർഷം പുറകിലുള്ള മനുഷ്യ തലമുറകളിൽ നിന്നാണ് എന്നിലും നിങ്ങളിലും എത്തിയത് എന്ന് ഉറപ്പാണല്ലോ. അപ്പോൾ DNAയെക്കുറിച്ച് പഠിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ DNA ടെസ്റ്റ് നടത്തി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും നമ്മുടെ
ഇൻസ്ട്രക്ഷൻ എങ്ങനെയാണ്, അതിനകത്തുള്ള ഹെൽത്ത്, ഫിറ്റ്നസ്, അല്ലെങ്കിൽ നമ്മുടെ ആൻസെസ്ട്രി, എൻ്റെ അച്ഛനമ്മമാരുടെ കുറച്ച് തലമുറ പിന്നിൽ ഏത് സമൂഹത്തിൽ നിന്നാണ് വന്നത്, ഈ ഓരോ സമൂഹത്തിനും DNA-ക്കകത്ത് വ്യത്യാസമുണ്ട്. അത് ഞാൻ വഴിയേ പറയാം. അപ്പോൾ ചിലപ്പോൾ മലയാളികളുടെ DNA എടുക്കുന്ന സമയത്ത് നമ്മൾ പല ഭാഗത്തു നിന്ന് വന്നതാകാൻ സാധ്യതയുണ്ട്. ഉദാഹരണത്തിന് ആര്യന്മാരെന്ന് പറയുന്ന വിഭാഗം ഇന്ത്യയിലുണ്ടായത് ചിലപ്പോൾ ഇന്ത്യക്ക് പുറത്തു നിന്നുള്ള പല ഭാഗത്തു നിന്ന് വന്നതാണെന്ന് പറയുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ നോക്കിയാൽ നമ്മുടെ ആൻസിസ്റ്റേഴ്സ് ഇറാനിൽ നിന്നോ, മിഡിൽ ഈസ്റ്റിൽ നിന്നോ, സൈബീരിയൻ ഭാഗത്തു നിന്നോ, ആഫ്രിക്കൻ ഭാഗത്തു നിന്നോ ഒക്കെയാണ് വന്നത് എന്ന് തിരിച്ചറിയാൻ സാധിക്കും. ബേസിക്കലി മനുഷ്യൻ മുഴുവൻ വന്നത് ആഫ്രിക്കയിൽ നിന്നാണെങ്കിലും ഒരുപാട് വർഷത്തോളം ഭൂമിയിലെ മറ്റു പല സ്ഥലങ്ങളിലും അവർ കോളനിയായിട്ട് താമസിച്ചിട്ടുണ്ടായിരുന്നിരിക്കണം. അവിടെ താമസിച്ചതിൻ്റെ ഫലമായി DNA-കളിൽ മറ്റു ചില വസ്തുക്കൾ കയറിക്കൂടാനുള്ള സാധ്യതയുണ്ട്. അത്തരത്തിൽ കയറിക്കൂടിയ പെക്യുലർ ആയിട്ടുള്ള DNA-യുടെ ഘടകങ്ങൾ ഏത് ഗ്രൂപ്പിൽ നിന്നാണ് വന്നത് എന്ന് തിരിച്ചറിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഒറിജിൻ, ആൻസിസ്റ്ററി മനസ്സിലാക്കാൻ സാധിക്കും. ചിലപ്പോൾ ഞെട്ടിപ്പോകുന്ന രീതിയിലായിരിക്കും പല വ്യക്തികളുടെയും പാരമ്പര്യത്തെ നമുക്ക് DNA-യിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു കാര്യത്തെക്കുറിച്ച് ഞാൻ അന്വേഷിക്കുന്ന സമയത്താണ് സത്യത്തിൽ ജീനോ കണക്റ്റ് എന്ന് പറയുന്ന കേരളം ബേസ് ചെയ്തിട്ടുള്ള ഒരു ജനറ്റിക് ടെസ്റ്റിംഗ് കമ്പനിയെക്കുറിച്ച് മനസ്സിലാക്കുന്നത്. തീർച്ചയായിട്ടും ഞാൻ അവരുമായിട്ട് കോൺടാക്റ്റ് ചെയ്തു. അവരെനിക്കൊരു പ്രോഡക്റ്റ് അയച്ചു തന്നു. അപ്പോൾ നിങ്ങൾക്ക് കൂടെ ഞാൻ പരിചയപ്പെടുത്താമെന്ന് ഏറ്റിരുന്നു. സ്വാഭാവികമായിട്ടും ഇത്തരത്തിലുള്ള പ്രോഡക്റ്റുകൾ കേരളം ബേസ് ചെയ്ത് വരുന്ന സമയത്ത് നമ്മൾ മലയാളികൾക്ക് എന്തെങ്കിലും തരത്തിൽ ആൻസിസ്റ്ററി തിരിച്ചറിയാനോ, അല്ലെങ്കിൽ നമ്മുടെ ഹെൽത്ത് കണ്ടീഷൻ മനസ്സിലാക്കാനോ, നമ്മുടെ ഫിറ്റ്നസ് തിരിച്ചറിയാനോ, നമുക്ക് ജനറ്റിക്കലി വരാൻ സാധ്യതയുള്ള രോഗങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാനോ ഒക്കെ സഹായിക്കുന്ന ഏകദേശം 350ഓളം ടെസ്റ്റ് റിസൾട്ടുകൾ നമ്മുടെ DNA പഠിച്ചതിന് ശേഷം നമുക്ക് ലഭ്യമാക്കുന്ന ഒരു പ്രോഡക്റ്റാണിത്. ഇതെൻ്റെ കയ്യിലുണ്ട്, ഞാനിത് ടെസ്റ്റ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലുള്ളൊരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മുടെ DNA കളക്ട് ചെയ്യാനുള്ള ഒരു സ്വാബ് കളക്ടർ ഇതിനകത്തുണ്ട്. ഇത് നമ്മൾ എടുത്തതിന് ശേഷം നമ്മൾ അകത്തെ കവളിൽ നിന്നും നല്ല രീതിയിൽ ആവശ്യത്തിന് DNA കളക്ട് ചെയ്തിട്ട് ഈ DNA സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന ഒരു സൊല്യൂഷൻ അവരിതിൻ്റെ ബോക്സിനകത്ത് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് നമ്മളിത് സൂക്ഷിച്ചിട്ട് നമ്മൾ സൈറ്റിൽ കയറി ബുക്ക് ചെയ്തതുപോലെ തന്നെ തിരിച്ച് ഇവരുടെ ആളുകൾ വന്ന്, ഇതിൻ്റെ ഒരു കൊറിയർ സർവീസുകാർ വന്ന് എടുത്തുകൊണ്ട് പോയിട്ട് ഈ കമ്പനിയുടെ നേതൃത്വത്തിൽ ലാബിലേക്ക് അയക്കുകയും നമ്മുടെ DNA-യെക്കുറിച്ച് കൃത്യമായ രീതിയിൽ ടെസ്റ്റുകളൊക്കെ നടത്തിയതിന് ശേഷം അതിൻ്റെ ആധികാരികമായിട്ടുള്ള ടെസ്റ്റ് വിവരങ്ങൾ വെബ്സൈറ്റിൽ ലഭ്യമാക്കുകയും ചെയ്യും. അത് നമുക്ക് മാത്രം ആക്സസ് ചെയ്യാൻ കഴിയുന്ന രീതിയിൽ വളരെ സെക്യൂർ ആയിട്ടുള്ള, കോംപ്ലിക്കേഷൻസ് ഒന്നും ഇല്ലാത്തതാണ് എന്നാണ് എനിക്ക് അന്വേഷിച്ചപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞത്. കാരണം ഞാനിത് ചെയ്യുന്നതുകൊണ്ട് എനിക്ക് അത്രത്തോളം സുരക്ഷിതത്വം നോക്കേണ്ടതുണ്ട്. അങ്ങനെ ഇതിൻ്റെ റിസൾട്ട് വരുന്ന സമയത്ത് എനിക്ക് മനസ്സിലാകും ഏത് ഭാഗത്ത് നിന്നാണ് എൻ്റെ ആൻസിസ്റ്റേഴ്സ് വന്നിട്ടുള്ളത് എന്നുള്ളതും, എൻ്റെ ആരോഗ്യത്തിൻ്റെ ഇൻക്ലൂഡിങ് ഡിപ്രഷൻ, അതുപോലെ തന്നെ ഡയബറ്റിസ് വരാനുള്ള സാധ്യത തുടങ്ങി ഒരുപാട് കണ്ടീഷൻസ് ഉണ്ടല്ലോ. ഇതെല്ലാം നമ്മുടെ DNA-യുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഇത് തിരിച്ചറിയാൻ ഈ പ്രോഡക്റ്റ് സഹായിക്കുമെന്നാണ് ഇവർ അവകാശപ്പെടുന്നത്. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ടെസ്റ്റ് ചെയ്യാം എന്ന് ഞാൻ ഉദ്ദേശിച്ചതാണ്. തീർച്ചയായിട്ടും ഞാനിത് എനിക്ക് കിട്ടിയപ്പോൾ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തിയതേ ഉള്ളൂ. സത്യത്തിൽ നമ്മുടെ ഒരു സെല്ലിനകത്തുള്ള DNA നമ്മൾ നിവർത്തി വെച്ച് കഴിഞ്ഞാൽ അത് ഏകദേശം 2 മീറ്ററോളം നീളമുണ്ടാകും, അതായത് 6 അടി. അപ്പോൾ നമ്മുടെ ശരീരത്തിൽ 37 ട്രില്യൺ സെല്ലുകളുണ്ട്. ഇത് മുഴുവൻ അതിനകത്തുള്ള മുഴുവൻ DNA നമ്മൾ എടുത്തിട്ട് ഇങ്ങനെ നിവർത്തി വെച്ച് കഴിഞ്ഞാൽ ഏകദേശം നമുക്ക് സൗരയൂഥത്തിലെ ഏറ്റവും അവസാനമുള്ള ഗ്രഹം വരെ പോയിട്ട് വരാൻ കഴിയും എന്ന് പറയാറുണ്ട്. സോ ഈ ഇൻസ്ട്രക്ഷനുകളെല്ലാം ഉപയോഗപ്രദമാണോ, ഇതെന്തിനാണ് ഉപയോഗിക്കുന്നത് എന്നുള്ള ചോദ്യങ്ങൾ നിങ്ങൾക്ക് വരാം. അതിനാദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതെല്ലാം എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തു എന്നുള്ളതാണ്. വളരെ ഭീമനായിട്ടുള്ള ഒരു പ്ലാവിനെ ഒരു ചക്കക്കുരുവിൻ്റെ ഉള്ളിൽ നിന്നും തൈയായി പൊടിച്ചു വന്നതാണ് എന്ന് നമ്മൾ അത്ഭുതത്തോടെ പറയാറുണ്ട്. പക്ഷേ നമ്മളോ, അച്ഛൻ്റെയും അമ്മയുടെയും സ്പേമും അണ്ടവും ചേർന്നതിന് ശേഷം നമ്മൾ ഗർഭപാത്രത്തിനുള്ളിൽ ഒരു സിംഗിൾ സെല്ലായിട്ടാണ് ആദ്യം രൂപപ്പെടുന്നത്. ഈ ഒരൊറ്റ സെല്ലിനകത്താണ് സത്യത്തിൽ അച്ഛൻ്റെ 23 ക്രോമസോമും അമ്മയുടെ 23 ക്രോമസോമും മിക്സഡ് ആയിട്ടിരിക്കുന്നത്. അതിനുശേഷം ഇത് മൾട്ടിപ്ലൈ ചെയ്യാനായിട്ട് ആരംഭിക്കും. അതായത് പല സെല്ലുകളായി ഇത് ഡിവൈഡ് ചെയ്യാൻ തുടങ്ങുന്നു എന്നർത്ഥം. അപ്പോൾ ഈ ആദ്യമുള്ള കോശത്തിനകത്തുള്ള DNA-യുടെ കോപ്പികൾ എക്സാക്റ്റ് കോപ്പികളാണ് ശ്രമിക്കുക, എന്നാലും ഡിഫറൻസ് ഉണ്ടാവും. പക്ഷേ പല കോപ്പികളായി മാറി പുതിയ പുതിയ DNA-കൾ പല കോശങ്ങൾക്കകത്തായിട്ട് സ്ഥാപിതമാകും. അതിനുശേഷം വീണ്ടും ഒരുപാട് കോശങ്ങളായി മാറുമ്പോഴാണ് ഒരു മനുഷ്യ ശരീരം എങ്ങനെ ഇരിക്കണം, അതിന് ഡെസിഗ്നേറ്റഡ് ആയിട്ടുള്ള ഓർഗൻസ് ഉണ്ടാകുന്ന രീതിയിലേക്ക് DNA-കൾ മൾട്ടിപ്ലൈ ചെയ്യാൻ ആരംഭിക്കുന്നത്. അങ്ങനെ കുറേ കോശങ്ങൾ ചേർന്നുകൊണ്ട് ചിലത് സെല്ലായി മാറും, ചിലത് മസിലായി മാറും, ചിലത് ബ്രെയിൻ സെൽസായി മാറും, ചിലത് ഹൃദയമായി മാറും. ഈ ഒരു പ്രോസസ്സിൻ്റെ പേരാണ് ഡിഫറൻസിയേഷൻ. ഈ ഡിഫറൻസിയേഷൻ മൊത്തം നടക്കുന്നത് ഈ DNA-യുടെ നിർദ്ദേശപ്രകാരമാണ്. അപ്പോൾ DNA-യെ നമുക്കൊരു ഡയറക്ടർ ഓഫ് ജയൻ്റ് ഓർക്കസ്ട്ര എന്ന് വിളിക്കാം. അതായത് ഒരു വലിയ രൂപം നിർമ്മിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള എൻറ്റയർ ഡയറക്ഷൻസാണ് ഡിയോക്സി റൈബോ ന്യൂക്ലിക് ആസിഡിനകത്ത് ഇരിക്കുന്നത്. അതിനുശേഷം ഈ ഡയറക്ഷൻസിനെ എങ്ങനെ എക്സിക്യൂട്ട് ചെയ്യും എന്നുള്ള ചോദ്യം വരുന്നുണ്ട്. നമുക്ക് എങ്ങനെ ഒരു സാധനം ഉണ്ടാക്കണം എന്നുള്ള മാനുവൽ മാത്രം ഉണ്ടായാൽ പോരാ,
ആ മാനുവൽ ഉപയോഗിച്ചുകൊണ്ട് ചെയ്യാൻ ടൂൾസ് വേണം, ആ പണികൾ ചെയ്യാൻ പണിക്കാരൻ വേണം. അവിടെയാണ് DNA വളരെ ഇമ്പോർട്ടൻ്റ് ആകുന്നത്. അതായത് നമ്മുടെ ശരീരത്തിൽ ഇൻഫർമേഷൻ സ്റ്റോർ ചെയ്യുകയാണ് എന്നതിൻ്റെ അർത്ഥം ജീവൻ്റെ എല്ലാ കാര്യങ്ങളെയും DNA കൺട്രോൾ ചെയ്യുന്നു എന്നുള്ളതാണ്. അതിനുവേണ്ടി സഹായിക്കുന്ന ഒരു കാര്യമാണ് പ്രോട്ടീനുകൾ എന്ന് പറയുന്നത്. DNA എന്ന് പറയുന്ന ഇൻസ്ട്രക്ഷൻ മാനുവലിനകത്ത് നിന്ന് പ്രോട്ടീനുകൾ രൂപപ്പെടുകയും ഈ പ്രോട്ടീനുകൾ ടൂളായി, ആയുധങ്ങളായി വർക്ക് ചെയ്യുകയും ഈ ആയുധത്തെ എങ്ങനെ ഉപയോഗിക്കണം എന്ന് കോശങ്ങൾ തീരുമാനിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സോ ഇതാണ് DNA ബന്ധപ്പെട്ട് ഏറ്റവും പ്രധാനമായിട്ട് നമുക്ക് ബേസിക്കലി പറയാൻ കഴിയുന്ന കാര്യം. DNA എന്ന് പറയുന്ന ഇൻസ്ട്രക്ഷൻ മാനുവലാണ്. DNAയിൽ നിന്ന് വരുന്ന പ്രോട്ടീനുകൾ എന്ന് പറയുന്നത് ടൂൾസാണ്. ഈ പ്രോട്ടീനുകൾ എങ്ങനെ ഉപയോഗിക്കണമെന്ന് തീരുമാനിക്കുന്നത് കോശങ്ങളാണ്. അപ്പോൾ ഇൻസ്ട്രക്ഷൻ ഇല്ലാതെ ഇതൊന്നും നടക്കില്ല എന്നാണ് ഞാൻ പറഞ്ഞു വന്നത്. കുറച്ച് ബോറിംഗ് ആയിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. എങ്കിലും ഞാൻ പറയാം. നമുക്ക് DNA അങ്ങനെ സാധാരണ മൈക്രോസ്കോപ്പിലൊന്നും കാണാൻ കഴിയില്ല. കാരണം അത് വളരെ ചെറുതാണ്. കോശങ്ങൾ വളരെ ചെറുതാണ്. കോശത്തിനകത്തുള്ള മർമ്മം, ന്യൂക്ലിയസ് വളരെ ചെറുതാണ്. അതിനകത്ത് എല്ലാം കൂടെ ചുരുട്ടിക്കെട്ടി ക്രോമോസോമാക്കി വെച്ചിരിക്കുന്ന അതിനേക്കാൾ ചെറുതാണ്. അതിൻ്റെ ഉള്ളിലാണ് സത്യത്തിൽ 2 അടി നീളത്തിൽ വയ്ക്കാൻ കഴിയുന്ന രീതിയിൽ അത്രത്തോളം ചെറുതാണെങ്കിലല്ലേ 2 അടി നീളം വരും. അതിനകത്താണ് ഏകദേശം 2 മീറ്റർ നീളത്തോളം നിവർത്തി വെച്ചാൽ വരുന്ന രീതിയിൽ DNA സ്ട്രാൻഡുകളുള്ള. അപ്പോൾ അത്രയും സാധനം ഇത്രയും ചെറിയ കോശത്തിനകത്ത് ഇരിക്കണമെങ്കിൽ അത് എത്രത്തോളം ചെറുതായിരിക്കും എന്ന് ഊഹിക്കാമല്ലോ. സോ ഇതാണ് ഏറ്റവും ബേസിക്കലി നമ്മൾ ചെയ്യുന്നത്. എക്സ്റേ പിക്ചർ ഉപയോഗിച്ചുകൊണ്ടാണ് പലപ്പോഴും DNAയുടെ ഷേപ്പ് മനസ്സിലാക്കുക. 1953 ജെയിംസ് വാട്സൺ എന്നും ഫ്രാൻസിസ് ക്രിക്ക് എന്നും പേരുള്ള 2 പേരാണ് എക്സ്റേ പിക്ചറിലൂടെ DNAയുടെ ഷേപ്പ് ഡബിൾ ഹെലിക്സ് ആണ് അല്ലെങ്കിൽ ചുറ്റുഗോവണിയുടെ ഷേപ്പാണ് എന്ന് മനസ്സിലാക്കുന്നത്. ഇനി DNA മൾട്ടിപ്ലൈ ചെയ്യുന്നതാണ് നമ്മുടെ അവയവങ്ങളൊക്കെ തന്നെ പല കോശങ്ങളിലൂടെ രൂപപ്പെട്ടതെന്ന് പറഞ്ഞല്ലോ. ഇനി നമ്മുടെ ശരീരത്തിൽ എല്ലാ കാര്യവും പ്രവർത്തിക്കുന്നത് ഈ ഓരോ കോശങ്ങൾക്കുമുള്ള ഡ്യൂട്ടിക്ക് അനുസരിച്ച് ആ കോശങ്ങൾക്കകത്തുള്ള DNAകളുണ്ട്, ഡബിൾ ഹെലിക്സ് സ്ട്രക്ചറുകൾ, അത് സ്പ്ലിറ്റായി RNA ആയി മാറുകയും ഈ RNA കോശത്തിനകത്തുള്ള റൈബോസോമുമായിട്ട് റിയാക്ട് ചെയ്ത് പ്രോട്ടീനുകൾ ഉണ്ടാവുകയുമാണ് സാധാരണ രീതിയിൽ ചെയ്യുന്നത്. അപ്പോൾ പ്രോട്ടീൻ നിർമ്മിക്കാനുള്ള ഇൻസ്ട്രക്ഷനാണ് സത്യത്തിൽ ഈ എക്സിസ്റ്റിംഗ് DNA നമ്മുടെ ശരീരത്തിൽ ചെയ്യുന്നത്. ഇതാണ് നമ്മൾ എങ്ങനെ ചിന്തിക്കണം, നമ്മുടെ ബ്രെയിനിൻ്റെ കണ്ടീഷൻ, അതുപോലെ തന്നെ നമ്മുടെ ഹെൽത്ത്, നമ്മുടെ മെറ്റബോളിസം ഉൾപ്പെടെ ശരീരത്തിൻ്റെ ഏതൊരു പ്രവർത്തനത്തെയും നിയന്ത്രിക്കുന്നതും എല്ലാ ഹോർമോണുകളും ഈ രീതിയിൽ പോകാനും കാരണം സത്യത്തിൽ ഇത്തരത്തിൽ DNAകൾ പ്രവർത്തിക്കുന്നത് കൊണ്ടാണ്. ഈ DNAകളുടെ ഒരു സ്പെസിഫിക് ഏരിയയാണ് നമ്മൾ സാധാരണ ജീൻ എന്ന് പറയുന്നത്. DNA ഈസ് ഡിവൈഡഡ് ഇൻറ്റു പാർട്സ്, ഓരോ ഭാഗങ്ങൾ. ഈ ജീനിന് ഓരോന്നിനും ഓരോ ഡ്യൂട്ടി ഉണ്ട്. അങ്ങനെ ഈ ഒരു ഡ്യൂട്ടി ബേസ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം 20,000 മുതൽ 25,000 ജീനുകളാണ് നമ്മുടെ ശരീരത്തിലുള്ളത്. സോ ഓരോ ജീനുകളും ഓരോ കാര്യങ്ങൾ ഡിസൈഡ് ചെയ്യും. അത് വളരെ ഹൈ ആയിരിക്കും. ചിലപ്പോൾ നമ്മുടെ ബ്ലഡ് ടൈപ്പ് ഏതാണ്, നമ്മുടെ കണ്ണിൻ്റെ നിറം ഏതാണ് തുടങ്ങിയിട്ട് നമ്മൾ നോട്ടീസ് ചെയ്യാത്ത കാര്യങ്ങൾ വരെ ഇത്തരം ജീനുകൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. എന്നാൽ ഞാനും ഈ വീഡിയോ കാണുന്ന നിങ്ങളും തമ്മിൽ എന്താണ് വ്യത്യാസം? ആ വ്യത്യാസം DNAയിലുള്ള ടൈനി ചേഞ്ചസ് ആണ്. സാധാരണ അതിനെ മ്യൂട്ടേഷൻസ് എന്ന് വിളിക്കും. ഈ മ്യൂട്ടേഷൻസ് ആണ് ഓരോ വ്യക്തിയെയും ഡിഫറൻ്റ് ആക്കുന്നത് എന്നാണ് ഞാൻ പറഞ്ഞു വന്നത്. മ്യൂട്ടേഷൻ്റെ ഫലമായിട്ട് ആളുകൾക്ക് വ്യത്യാസമുണ്ടാകും എന്നുള്ളത് തന്നെ ഈ വ്യത്യാസം ചിലപ്പോൾ ഗുണമാകാം, ദോഷമാകാം, ചിലപ്പോൾ അത് എക്സ്പ്രസ് ചെയ്യാത്തതോ ആയിരിക്കാം. ചില മ്യൂട്ടേഷൻസ് അസുഖം ഉണ്ടാക്കും, ചില മ്യൂട്ടേഷൻസ് പ്രശ്നമൊന്നും ഉണ്ടാക്കില്ല. ക്യാൻസർ എന്ന് പറയുന്നത് സം കൈൻഡ് ഓഫ് മ്യൂട്ടേഷൻസ് ആണ്. സോ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നമ്മുടെ പാസ്റ്റിനെ കുറിച്ച് മനസ്സിലാക്കാൻ കഴിയും എന്നുള്ളത്. അതായത് ആൻസിസ്ട്രി എന്ന് പറയുന്ന ഒരു കാര്യത്തെ സ്വാധീനിക്കാൻ DNAക്ക് കഴിയുമെന്ന് പറഞ്ഞല്ലോ. ഇതെങ്ങനെയാണെന്ന് മനസ്സിലാക്കണമെങ്കിൽ കുറച്ചും കൂടെ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് നമ്മുടെ ജീനുകൾ ഇങ്ങനെ പരിണമിച്ച് വന്നതിനെക്കുറിച്ച് മനസ്സിലാക്കണം. നമ്മൾ പലപ്പോഴും പരിണാമത്തെക്കുറിച്ച് പറയുമ്പോൾ ഒരുപാട് തെളിവുകൾ പറയാറുണ്ട്. ഫോസിൽ, ജനറ്റിക് ആയിട്ടുള്ള തെളിവുകൾ, അങ്ങനെ പലതും പറയാറുണ്ടല്ലോ. സത്യത്തിൽ നമ്മുടെ ജീൻസിൻ്റെ ഉള്ളിൽ ഫോസിൽസ് ഉണ്ട്. അതായത് ഈ ജീൻസ് എന്ന് പറയുന്നത് DNAയുടെ ഓരോ പാർട്ടാണ്. ഈ ജീൻ എന്ത് ചെയ്യണമെന്ന് തീരുമാനിക്കുന്നു എന്ന് പറയുമ്പോഴും DNAക്ക് അകത്ത് കാണപ്പെടുന്ന ജീനുകളിൽ ഏകദേശം കേരളത്തിൻ്റെ ഒരവസ്ഥ എടുത്തു കഴിഞ്ഞാൽ 40% ആളുകളും ഈസ്റ്റ് ഏഷ്യയിൽ നിന്നാണ് വന്നതെന്നും 30% യൂറോപ്പിൽ നിന്ന് വന്നതാണെന്നും 20% ആഫ്രിക്കയിൽ നിന്ന് നേരിട്ട് വന്നതാണെന്നും പറയുന്ന പഠനങ്ങൾ നിലവിലുണ്ട്. ഇത് ഒരുപാട് പേരുടെ DNA ടെസ്റ്റ് നടത്തിയതിൻ്റെ സാമ്പിളിൽ നിന്ന് വരുന്ന ഒരു ഓവറോൾ സ്റ്റഡിയാണ്. സോ ചിലപ്പോൾ നമ്മൾ DNA ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് വന്നിട്ടുണ്ട് എങ്കിൽ ഒരു ശരാശരി മലയാളിയിൽ നിന്ന് വ്യത്യസ്തരാണ് നമ്മൾ എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഓക്കെ, ഇനി വളരെ സീരിയസ് ആയിട്ടുള്ള കാര്യം പറയാൻ പോവുകയാണ്. അതായത് നമ്മുടെ ശരീരത്തിലുള്ള DNA എന്ന് പറയുന്നത് മനുഷ്യൻ്റെ ആൻസിസ്റ്റേഴ്സിൽ, നമ്മുടെ പൂർവികരിൽ നിന്ന് മാത്രം വന്നതല്ല. അവിടെയാണ് സത്യത്തിൽ ഏത് റീജിയൻസിലാണ് നമ്മുടെ ആൻസിസ്റ്റേഴ്സ് ഇരിക്കുന്നത് എന്ന കാര്യം പ്രാധാന്യമുള്ളതാകുന്നത്. നമ്മളിങ്ങനെ DNA എടുത്ത് നിവർത്തി വെച്ച് കഴിഞ്ഞാൽ അതിൽ ഏകദേശം 8% DNA എവിടെ നിന്ന് വന്നു എന്ന് ഗവേഷകർ ആദ്യം അന്വേഷിച്ചപ്പോൾ ഞെട്ടിപ്പോയി. അത് പഴയ വൈറസുകളാണ്.
കോവിഡ് വരുത്തിയ വൈറസ് ഇല്ലേ, അതിൻ്റെ വേറെ ടൈപ്പുകൾ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് മനുഷ്യനെ ബാധിക്കുകയും ഇത് നമ്മുടെ ജീൻസിൻ്റെ ഉള്ളിൽ കയറിക്കൂടി റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിലൂടെ പരിണാമം വഴി പുതിയ തലമുറ ഉണ്ടാകുമ്പോൾ അതിനകത്ത് നിലനിൽക്കുകയും ചെയ്തു എന്നാണ് പറയപ്പെടുന്നത്. അതിന് പലതരത്തിലുള്ള തെളിവുകൾ നമ്മുടെ കയ്യിലുണ്ട്. റിട്രോ വൈറസുകൾ എന്നാണ് സത്യത്തിൽ ആൻസിസ്റ്റേഴ്സിനെ ബാധിച്ച ഇത്തരം വൈറസുകളെ പറയുന്ന പേര്. അതായത് നമുക്കിപ്പോൾ ഒരു പനി വന്നാൽ അതിൻ്റെ പിന്നിൽ ചിലപ്പോൾ വൈറസ് ആയിരിക്കും. ഏതെങ്കിലും അസുഖത്തിൻ്റെ ഒരു സിംറ്റം ആണല്ലോ പനി എന്ന് പറഞ്ഞാൽ. ജലദോഷം ഒരു വൈറൽ ഡിസീസാണ്. അപ്പോൾ ആ സമയത്ത് നമ്മുടെ ശരീരത്തെ അത് നേരിട്ട് ബാധിക്കുന്നൊന്നുമില്ല, വൈറസ് പോകുന്നു. പക്ഷേ വൈറസുകളുടെ പ്രത്യേകത, അതിനൊരു ഹോസ്റ്റ് ഉണ്ടെങ്കിലേ ജീവിച്ചിരിക്കാൻ പറ്റൂ. മനുഷ്യ ശരീരത്തിൽ ഒരു വൈറസ് കയറി കഴിഞ്ഞാൽ അത് കോശങ്ങൾക്കുള്ളിൽ കടന്നിട്ട് അത് സ്വാഭാവികമായിട്ടും അതിൻ്റെ സ്വന്തമായിട്ടുള്ള ജീനുകളെ ഇൻട്രൊഡ്യൂസ് ചെയ്തുകൊണ്ടാണ് എക്സിസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുക. അത് റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിലാണ് കയറുന്നതെങ്കിൽ അത് പുതിയതായിട്ടുണ്ടാകുന്ന കുഞ്ഞിൻ്റെ ശരീരത്തിലേക്ക് എക്സ്പ്രസ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അതായത് പലതരത്തിലുള്ള പഴയ വൈറസുകളുടെയും ജനിതക ഘടകം നമ്മുടെ DNA-യുടെ പെർമനൻറ്റ് പാർട്ടായിട്ട് മാറുകയും പലതരത്തിലുള്ള ജനറേഷനുകളിലൂടെ ഇന്ന് കാണുന്ന മനുഷ്യരിൽ ശരാശരി 8% മിനിമം വൈറൽ DNA-കൾ കാണുന്നുണ്ട് എന്നും പറയുന്നുണ്ട്. സോ ഇതിനെ എന്താണ് സാധാരണ പൊതുവെ മെഡിക്കൽ സയൻസിൽ വിളിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻഡോജീനിയസ് റിട്രോ വൈറസ് എന്ന് വിളിക്കും, ERVs. പക്ഷേ ഇവർ നമ്മുടെ ജനറ്റിക് മെറ്റീരിയൽസിലുണ്ടെങ്കിലും അത് പലപ്പോഴും ആക്റ്റീവ് അല്ല. ഞാൻ പറഞ്ഞു DNA ആണ് നമ്മൾ എങ്ങനെ ഇരിക്കണം, എങ്ങനെ പ്രതികരിക്കണം എന്ന് തീരുമാനിക്കുന്നത്. പക്ഷേ അതിൻ്റെ ഉള്ളിൽ കയറിക്കൂടുന്ന ഇത്തരം വൈറൽ DNA-കൾക്ക് കാര്യമായ സ്വാധീനമൊന്നുമില്ല എന്നാണ് സാധാരണ ഗവേഷകർ വിചാരിച്ച് വെച്ചിരുന്നത്. പക്ഷേ നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും മനുഷ്യൻ, അതായത് ഞാനും നിങ്ങളും ഒക്കെ ജനിച്ചതിന് കാരണമായതിന് പിന്നിലും വൈറൽ DNA-കളുടെ ഒരു സ്വാധീനമുണ്ട്. അപ്പോൾ ഞാനൊരു ഉദാഹരണം പറയാം. സിൻസൈറ്റിൻ എന്ന് പറയുന്ന ഒരു വൈറസിൻ്റെ ജീൻ നമ്മുടെ DNA-ക്കകത്ത് അടങ്ങിയിട്ടുണ്ട്. ഇത് എന്താണ് ഗുണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മനുഷ്യൻ്റെ പ്ലാസൻ്റ ഉണ്ടല്ലോ, ഗർഭപാത്രത്തിലുള്ള പൊക്കിൾക്കൊടി, ഈ പൊക്കിൾക്കൊടി രൂപപ്പെടുന്നതിൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് ഉള്ളത് ഈ പറഞ്ഞ സിൻസൈറ്റിൻ എന്ന് പറയുന്ന ഒരുപാട് ലക്ഷക്കണക്കിന് വർഷം മുമ്പ് DNA-യിൽ കയറിക്കൂടിയ ഒരു വൈറൽ DNA-യുടെ സ്വാധീനം കൊണ്ടാണ്. ഏകദേശം എല്ലാ സസ്തനികളുടെ ശരീരത്തിനകത്തും ഇത്തരത്തിലുള്ള വൈറൽ DNA-കളുടെ സ്വാധീനം ഉള്ളതുകൊണ്ടാണ് നമ്മൾ ഇന്ന് കാണുന്ന രീതിയിൽ ഗർഭപാത്രത്തിനകത്ത് സുരക്ഷിതമായി കുഞ്ഞുങ്ങൾ ഇരിക്കുന്നതും അവർക്ക് പ്ലാസൻ്റയുടെ സഹായത്തോടു കൂടി അതിനകത്തുള്ള വളർച്ച, പ്രോഗ്രസ് കൺട്രോൾ ചെയ്യാനും കഴിയുന്നത്. സോ പ്രഗ്നൻസിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് വൈറസ് DNA-കൾ എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു വന്നത്. അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിൽ പുറമേ നിന്ന് വൈറസ് അറ്റാക്ക് ചെയ്യുമ്പോൾ അതിനെതിരെ എങ്ങനെ പ്രതിരോധം തീർക്കണം എന്ന് തീരുമാനിക്കാനും ചില തരത്തിലുള്ള വൈറൽ DNA-കൾ സഹായിക്കുന്നതായിട്ട് കണ്ടെത്തിയിട്ടുണ്ട്. അതായത് നാളെ രാവിലെ നിങ്ങൾ ഉറക്കമെണീറ്റ് നോക്കുന്ന സമയത്ത് ഭൂമിയിലെ മുഴുവൻ വൈറസുകളും ഇല്ലാതായി പോയി എന്നൊരു വാർത്ത കണ്ടാൽ ചിന്തിക്കുക, അത് ഭൂമിയിൽ നമ്മൾ കാണുന്ന വൈറസുകൾ മാത്രമല്ല, നമ്മുടെ ശരീരത്തിൽ ജനറ്റിക്കലി ഇരിക്കുന്ന വൈറസുകളെയും ബാധിച്ചാൽ നമ്മൾ തന്നെ സർവൈവ് ചെയ്യാൻ സാധ്യതയില്ല എന്നുള്ളതാണ്. അതുപോലെ തന്നെ തലച്ചോറിൻ്റെ ചില പ്രവർത്തനങ്ങളെയും ന്യൂറൽ നെറ്റ്വർക്കുകളുടെ ഡിഫറൻസുകളെയും അതിനകത്തുള്ള DNA-കളെയും ഒക്കെ തന്നെ വ്യത്യസ്ത തരത്തിലുള്ള വൈറൽ ജീനുകൾ സ്വാധീനിച്ചിട്ടുണ്ട് എന്നും ഇത്തരത്തിൽ നമ്മുടെ DNA-യിൽ കാണപ്പെടുന്ന പുറമേ നിന്ന് വന്ന വൈറൽ ജീനുകളുടെ സ്വാധീന ഫലമായിട്ടാണ് ഓരോ വ്യക്തികൾക്കും വ്യത്യസ്തമായിട്ടുള്ള IQ-യും ലേണിംഗ് കപ്പാസിറ്റി ഉള്ളത് എന്നുള്ള തോതിൽ പഠനങ്ങൾ നടന്നിട്ടുണ്ട്. സോ നിങ്ങൾ ചിന്തിച്ചിരിക്കാം, നമ്മുടെ മനുഷ്യൻ്റെ എല്ലാ DNA-യും കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ടോ? 2003 പൂർത്തിയായ ഹ്യൂമൻ ജീനോം പ്രോജക്റ്റ് എന്ന് പറയുന്ന ഒരു പദ്ധതിയുടെ ഭാഗമായി മനുഷ്യൻ്റെ കംപ്ലീറ്റ് ജനറ്റിക്കൽ മേക്കപ്പ് മനസ്സിലാക്കുന്നതിന് വേണ്ടിയുള്ള വലിയൊരു ദൗത്യം ഉണ്ടായിരുന്നു. ഈ ദൗത്യത്തിൻ്റെ ഫലമായിട്ട് ജനറലി മനുഷ്യൻ്റെ ശരീരത്തിലുള്ള DNA-കളെക്കുറിച്ചും ജീൻസുകളുടെ സ്വഭാവത്തെക്കുറിച്ചും പഠിക്കുന്നതിനിടയ്ക്കാണ് നമ്മുടെ ജീൻ പൂൾ അല്ലെങ്കിൽ ജീനോമിനകത്ത് വൈറസ് ലൈക്കായിട്ടുള്ള ജീനുകളുണ്ട് എന്നുള്ള തിരിച്ചറിവ് ഉണ്ടാകുന്നത്. ആദ്യം ഇതെന്തിനാണ് ഉപയോഗിച്ചിരുന്നത് എന്ന് മനസ്സിലായില്ല, പക്ഷേ പിന്നീട് ഗവേഷകർക്ക് മനസ്സിലായി. ഇതിൽ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം, ഒരു 1 മുതൽ 2% ജീനുകൾ മാത്രമാണ് ഒരു DNA-യുടെ ഉള്ളിൽ നിന്നും പ്രോട്ടീനുകൾ ഉണ്ടാക്കുന്നതിന് വേണ്ടി കോശങ്ങൾ ഉപയോഗിക്കുക. ബാക്കി DNA-യിലുള്ള 98% ജീനുകളെയും നമ്മൾ എടുത്തു വെച്ച് കഴിഞ്ഞാൽ ഈ 98%നും നേരിട്ട് പ്രോട്ടീൻ ഉണ്ടാക്കാനുള്ള കഴിവില്ല. ഈ പ്രോട്ടീൻ എന്ന് പറഞ്ഞാൽ നമ്മൾ എങ്ങനെ ഇങ്ങനെ ഇരിക്കണം എന്ന് തീരുമാനിക്കുന്ന ഒരു ജനിതക ഘടകം ഉണ്ടല്ലോ, അതാണ് സത്യത്തിൽ കോശത്തിൻ്റെ മർമ്മത്തിനകത്ത് നിന്ന്, ന്യൂക്ലിയസിനകത്ത് നിന്ന് പുറത്തു വന്ന് റൈബോസോമിൻ്റെ സഹായത്തോടു കൂടി പ്രോട്ടീൻ ആവുന്നത്. അങ്ങനെ 20,000 മുതൽ 25,000 ജീനുകൾ ഉണ്ട് എന്ന് നമ്മൾ പറഞ്ഞല്ലോ. അപ്പോൾ ഈ സാധനങ്ങളൊക്കെയാണ് നമ്മളാക്കുന്നത്. പക്ഷേ ഇത് നമ്മുടെ ജനിതക ഘടകത്തിൻ്റെ 2% വരെ മാത്രമേ ഉള്ളൂ. 98% ജങ്ക് DNA-ആണ്. അതിങ്ങനെ നമ്മുടെ ജീവിത കാലയളവിലും നമ്മുടെ അടുത്ത തലമുറയിലും പാസ് ചെയ്തുകൊണ്ടിരിക്കും. അതിൻ്റെ ഉള്ളിൽ ഒരു ഉപയോഗവും ഇല്ലാതെ ഇരുന്ന ചില ജീനുകളാണ് സത്യത്തിൽ നമ്മുടെ ശരീരത്തിൽ മൊത്തത്തിലുള്ള ചില കാര്യങ്ങൾ എക്സ്പ്രസ് ചെയ്യുന്നത് എന്ന് ഗവേഷകർ മനസ്സിലാക്കി. പ്രോട്ടീൻ ഉണ്ടാക്കൽ മാത്രമല്ല, DNA-ക്ക് മറ്റു തരത്തിലുള്ള സ്വാധീനവും ഉണ്ട്. അതിനകത്താണ് ഈ വൈറൽ DNA-യുടെ സ്വാധീനം വരുന്നത്. അപ്പോൾ നിങ്ങൾക്കൊരു ചോദ്യം ഉണ്ടാവാം, പുറമേ നിന്നുള്ള ദോഷകരമായിട്ടുള്ള വൈറസുകളുടെ DNA നമ്മുടെ ജീനിൽ
അറ്റാച്ച് ചെയ്യപ്പെട്ട് അത് ഈ പറയുന്ന കോപ്പിയിങ് മെക്കാനിസത്തിലും നമ്മുടെ ശരീരത്തിനോടൊപ്പം തന്നെ ഒരു ഏലിയൻ ബോഡിയായിട്ട് പോകുമ്പോൾ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നുള്ളത്. ഗുണം മാത്രമല്ല, പ്രശ്നവുമുണ്ട്. ചില സമയങ്ങളിൽ ഈ ഉറങ്ങിക്കിടക്കുന്ന DNA-യിലുള്ള വൈറൽ ജീനുകൾ ഉണരുന്നതിനും അത് ചിലപ്പോൾ എൻവയോൺമെൻറ്റൽ ട്രിഗർ കൊണ്ടോ അല്ലെങ്കിൽ നമ്മുടെ ജീവിത രീതി കൊണ്ടോ ഒക്കെ സംഭവിച്ചതിന് ശേഷം ദോഷമുണ്ടാക്കുകയോ ഒക്കെ ചെയ്യാം. അതിന് ഏറ്റവും നല്ല ഉദാഹരണമാണ് സത്യത്തിൽ മൾട്ടിപ്പിൾ സ്ക്ലീറോസിസ് എന്ന് പറയുന്ന ഒരവസ്ഥ. അതായത് ഈ റിട്രോ വൈറസുകൾക്ക് നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തെ തെറ്റിദ്ധരിപ്പിക്കാനും നമ്മുടെ ജീനിൽ തന്നെയുള്ള വൈറസ് ഒരു പുറമേ നിന്ന് വന്ന വൈറസ് ആണെന്ന് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് നമ്മുടെ ഇമ്മ്യൂണിറ്റി ആക്ടിവേറ്റ് ചെയ്ത് ഓട്ടോ ഇമ്മ്യൂണിറ്റി ഉണ്ടാക്കിയിട്ട് പലതരത്തിലുള്ള ഇൻഫ്ലമേഷനും കാര്യങ്ങളും ഉണ്ടാക്കാനുള്ള ശേഷി ഈ ഉറങ്ങിക്കിടക്കുന്ന വൈറൽ ജീനുകൾ DNA-കൾ ആക്ടിവേറ്റ് ആയാൽ നമ്മുടെ ശരീരത്തിൽ പ്രശ്നമുണ്ടാക്കാൻ സാധ്യതയുണ്ട്. മാത്രമല്ല, ഈ ബ്രെയിനിൻ്റെ പ്രവർത്തനത്തെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു എന്ന് പറയുമ്പോഴും ചില സമയങ്ങളിൽ ഷീസോഫ്രീനിയ പോലെയുള്ള അവസ്ഥകളുണ്ടല്ലോ, ഇതിന് ഒരു ഇമ്മ്യൂൺ റെസ്പോൺസായി ഇത് ട്രിഗറായി മെൻ്റൽ ഇൽനെസ് ഉണ്ടാക്കാനുള്ള പ്രശ്നവും ഗവേഷകർ കണ്ടെത്തിയിട്ടുണ്ട്. ഇതിലേറ്റവും പ്രധാനപ്പെട്ട മറ്റൊന്ന് ക്യാൻസറിന് ERVകൾ കാരണമാകുന്നു എന്നുള്ളതാണ്. ചില സമയത്ത് കോശങ്ങൾ അനിയന്ത്രിതമായി വളരുന്നതിന് ഇത്തരത്തിലുള്ള ജങ്ക് DNA-ക്കകത്തുള്ള വൈറൽ DNA-കളും അതിൻ്റെ ജീൻ, അതായത് അതിൻ്റെ പാർട്ടുകളും കാരണമാകാം എന്ന് ഗവേഷകർ പറയുന്നുണ്ട്. സോ നമ്മൾ ഇതിനെക്കുറിച്ച് പഠിക്കുകയും ഇത്തരത്തിലുള്ള ജീനുകൾ ആക്ടിവേറ്റ് ആകാതിരിക്കുന്നതിനുള്ള മെത്തേഡുകളും മുൻകരുതലുകളും നമ്മൾ എടുക്കാറും ഉണ്ട്. അതുകൊണ്ട് പലതരത്തിലുള്ള ഡിസീസുകൾ ഇതിനെ മനസ്സിലാക്കിയതിലൂടെ നമുക്ക് ക്യൂർ ചെയ്യാനും പറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ് സത്യത്തിൽ നമ്മളെ വേർതിരിപ്പിക്കുന്നത്. ഇനി ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ഈ പറയുന്ന DNA ടെസ്റ്റൊക്കെ ചെയ്തു കഴിഞ്ഞാൽ എങ്ങനെയാണ് ആഫ്രിക്കയിൽ നിന്നുണ്ടായ കോമൺ ആൻസിസ്റ്റേഴ്സിൽ നിന്നും പല ഭാഗത്തേക്ക് പോയ മനുഷ്യനിൽ ഈ ലൊക്കേഷൻ നമ്മൾ ജീനിലൂടെ കണ്ടെത്തുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ കുറേ ആളുകൾ ആഫ്രിക്കയിൽ തന്നെ ജീവിക്കും, ചില ആളുകൾ സൈബീരിയയിൽ ജീവിച്ചു, ചില ആളുകൾ ഇറാനിൽ ജീവിച്ചു എന്നൊക്കെ വിചാരിക്കുക. കുറേ ലക്ഷം വർഷം അവിടെ മനുഷ്യൻ്റെ മുൻഗാമികൾ ജീവിക്കുമ്പോൾ അവിടെ നിന്ന് അവരുടെ DNA-യിൽ ചില ERVകൾ കയറിക്കൂടാം, വൈറൽ ജീനുകൾ കയറിക്കൂടി അവരുടെ DNA-യിൽ സെറ്റാവാം. പിന്നെ ആ ഭാഗത്തു നിന്നുള്ള ഏത് തലമുറ ബാക്കി ലോകത്തിൻ്റെ ഭാഗത്ത് പോയി ജീവിച്ച് കുഞ്ഞുങ്ങൾ ഉണ്ടാക്കിയാലും അവരിൽ ആ ഒരു ഗ്രൂപ്പിൻ്റെ റെസിഡ്യൂസ് ഉണ്ടാവും, ജീനുകളുണ്ടാവും. സോ നമ്മൾ DNA ടെസ്റ്റ് ചെയ്യുമ്പോൾ മനസ്സിലാക്കാൻ പറ്റും ഇറാനിൽ ജീവിച്ചിരുന്ന സമയത്ത് കയറി കൂടിയ സാധനങ്ങൾ ഈ ജീനിലുണ്ട്. സോ ഇവരുടെ ഇത്ര ശതമാനം ഇറാനിലാണ്, അല്ലെങ്കിൽ ഇത്ര ശതമാനം സൈബീരിയയിലാണ്, അല്ലെങ്കിൽ ഇത്ര ശതമാനം ചൈനയിലാണ് എന്നുള്ളത് ഓരോ പ്രദേശത്തും മനുഷ്യൻ്റെ കൂട്ടങ്ങൾ പോക്കറ്റുകളായി ജീവിച്ചതിൻ്റെ ഫലമായിട്ട് രൂപപ്പെട്ടു വന്ന ജനറ്റിക് ചേഞ്ചുകളുടെ അടിസ്ഥാനത്തിലാണ്. സോ ഇങ്ങനെയാണ് DNA ടെസ്റ്റിംഗ് നമ്മുടെ ആൻസിസ്റ്ററി കണ്ടെത്താനായിട്ട് സഹായിക്കുന്നത്. ഇതാണ് ഈ ഒരു വിഷയത്തിൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം. പിന്നെ ഇന്നത്തെ കാലത്തേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മെഡിക്കൽ സയൻസ് ഇതിനെ വലിയൊരു അനുഗ്രഹമായിട്ട് കണക്കാക്കി PCR ടെസ്റ്റിംഗ് പോലെയുള്ള ടെക്നിക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ മരുന്നുകൾ കണ്ടെത്തുന്നതിന് വേണ്ടി ERVകൾ ഉപയോഗിക്കാറുണ്ട്. അതായത് എങ്ങനെയാണ് വൈറസുകൾ കോപ്പി ചെയ്യുന്നതെന്നും നമ്മുടെ DNA-യുമായിട്ട് ചേർന്ന് പ്രവർത്തിക്കുന്നത് എന്ന് മനസ്സിലാക്കിയതിന് ശേഷം നമുക്ക് കുഴപ്പമുള്ള ജീനുകളെ ജീൻ തെറാപ്പിയിലൂടെ മാറ്റി നല്ല ജീനുകളെ കയറ്റിവിട്ട് ശരീരത്തെ ഹെൽത്തി ആക്കാനും ക്രിസ്പർ എന്ന് പറയുന്ന ജീൻ എഡിറ്റിംഗ് ടെക്നോളജിയിലുമൊക്കെ തന്നെ നമ്മൾ ഈ ഒരു വൈറൽ ജീനുകളുടെ സ്വാധീനം ഉപയോഗപ്പെടുത്തി DNA-യുടെ പെയറുകളുടെ മോളിക്യൂൾസിനെ കട്ട് ചെയ്ത് അവിടെ നമ്മൾ മറ്റു തരത്തിലുള്ള എഡിറ്റിങ്ങുകൾ വരുത്തി ചേഞ്ച് ചെയ്യുകയും ഒക്കെ ചെയ്തുകൊണ്ടാണ് വാക്സിനുകളും മറ്റും കണ്ടെത്തുന്നത്. ഇതിലേറ്റവും ഇമ്പോർട്ടൻറ്റ് mRNA വാക്സിൻ ഉണ്ടല്ലോ, അതായത് വൈറസുകൾക്കെതിരെ നമ്മുടെ ശരീരം എങ്ങനെ പ്രവർത്തിക്കണം എന്നുള്ള ഇൻസ്ട്രക്ഷൻ നമ്മൾ വാക്സിനുകളിലൂടെ കൊടുത്തിട്ട് അതിലൂടെ നമ്മൾ സ്പെസിഫിക് പ്രോട്ടീൻ ഉണ്ടാക്കി ശത്രു വൈറസുകൾക്കെതിരെ പ്രവർത്തിക്കാൻ ശരീരത്തെ റെഡിയാക്കുന്നതുൾപ്പെടെ പല കാര്യങ്ങളിലും എങ്ങനെയാണ് മനുഷ്യനിലേക്ക് പുറമേ നിന്നുള്ള വൈറൽ DNA-കൾ കയറിക്കൂടിയത് എന്നുള്ള അടിസ്ഥാന തത്വം പഠിച്ചാൽ നമുക്ക് കഴിയും. സോ ഇനി ചിലപ്പോൾ ഭാവിയിൽ മനുഷ്യൻ ഇനിയും വൈറൽ DNA-കൾ കയറിക്കൂടിയ തലമുറകൾ എവല്യൂഷൻ വഴി ഫ്യൂച്ചറിലേക്ക് പോകാനും അവരിൽ ആ ഒരു ജനറ്റിക് മേക്കപ്പ് നിലനിൽക്കാനുമുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ തലച്ചോറിൻ്റെ പഠനങ്ങളിലും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ മേഖലയിലും ഒക്കെ തന്നെ ഇത്തരം കാര്യങ്ങളെക്കുറിച്ചുള്ള ഉപയോഗപ്രദമായിട്ടുള്ള അവസ്ഥകൾ പ്രയോജനപ്പെടുത്താൻ മനുഷ്യന് സാധിക്കുമെന്നാണ് പറയപ്പെടുന്നത്. സോ DNA ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. നമ്മൾ എങ്ങനെയാണോ നമ്മളായിട്ടിരിക്കുന്നത് എന്നതിൻ്റെ അടിസ്ഥാനവും നമ്മൾ എവിടെ നിന്ന് വന്നു, നമ്മൾ എപ്പോൾ എങ്ങനെ ഹെൽത്തി ആയിട്ടിരിക്കുന്നു തുടങ്ങിയ കാര്യങ്ങളും മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് നമ്മളുമായി ബന്ധപ്പെട്ട ഈ ജീവിത കാലയളവിലുള്ള കുറേ കാര്യങ്ങളിൽ പ്രിക്വേഷൻസ് എടുക്കാൻ വരെ സാധിക്കും. വീഡിയോ അവസാനിക്കുന്നതിന് മുമ്പ് ക്യാൻസർ, ഡയബറ്റീസ്, കൊളസ്ട്രോൾ, BP, ഹാർട്ട് അറ്റാക്ക് തുടങ്ങിയ ഒരുപാട് കണ്ടീഷൻസ് നമ്മുടെ സമൂഹത്തിൽ നിരന്തരം ഉണ്ടാകുന്നുണ്ട്. നമ്മുടെ ലൈഫ് സ്റ്റൈൽ കൊണ്ടാണ് പലപ്പോഴും ഇതൊക്കെ ഉണ്ടാകുന്നു എന്ന് പറയുമ്പോഴും ഒരേ ലൈഫ് സ്റ്റൈൽ പിന്തുടരുന്ന രണ്ടാളുകളിൽ ഒരാൾക്ക് പെട്ടെന്ന് അസുഖങ്ങൾ ഉണ്ടാകുകയും ചിലവർ അതിനെ അതിജീവിക്കുകയും ചെയ്യുന്നതായിട്ട് കാണാം. എങ്ങനെയാണ്? തീർച്ചയായിട്ടും നമ്മുടെ ജനിതകമാണ് അത് തീരുമാനിക്കുന്നത്. ചില ആളുകൾ പെട്ടെന്ന് അസുഖങ്ങൾക്ക് അടിമപ്പെടാൻ സാധ്യതയുള്ളവരാണ്. അത് മുൻകൂട്ടി അറിഞ്ഞു കഴിഞ്ഞാൽ അത്തരത്തിലുള്ള ലൈഫ് സ്റ്റൈലുകൾ ഒഴിവാക്കാനും ജീവിതം കൂടുതൽ നാളത്തേക്ക് നീട്ടിക്കൊണ്ടു പോകാനും കഴിയുന്ന രീതിയിലുള്ള മാറ്റങ്ങൾ വരുത്താൻ സാധിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങളൊരു DNA ടെസ്റ്റ് നടത്തുകയാണെങ്കിൽ
നിങ്ങൾക്ക് ജീനോ കണക്റ്റ് പർച്ചേസ് ചെയ്യുന്നതിനുള്ള ലിങ്കും അതിൻ്റെ ഡീറ്റെയിൽസും ഒക്കെ തന്നെ ഞാൻ കൊടുത്തിട്ടുണ്ട്. ആ ലിങ്ക് കയറി ആമസോണിൽ നിന്നോ അവരുടെ വെബ്സൈറ്റിൽ നിന്നോ നിങ്ങൾക്കിത് പർച്ചേസ് ചെയ്ത് ഇന്ന് തന്നെ 350-ലധികം DNA ടെസ്റ്റിംഗ് റിപ്പോർട്ടുകൾ സ്വന്തമാക്കാൻ നിങ്ങൾക്ക് സാധിക്കും. അപ്പോൾ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. മറ്റൊരു എപ്പിസോഡിൽ കണ്ടുമുട്ടുന്നത് വരെ ബൈ.